അസ്സലാമു അലൈക്കും. ലെനോസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് നൈസ് പത്തിരിൻ്റെ റെസിപ്പിയാണ്. അത് അധികം കുഴക്കോ ഒന്നും വേണ്ട, നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഈസിയായ മെത്തേഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിന് 4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനൊരു ചെറിയൊരു ചെമ്പട്ടിയിലേക്കാണ് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് ഞാൻ പൊടി ഇട്ട് കൊടുത്തു. പൊടി ഇട്ട് കൊടുക്കണത് എനിക്ക് കാട്ടാൻ പറ്റില്ല. ഞാൻ 2.25 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 4 കപ്പ് വെള്ളത്തേക്ക് 2.25 കപ്പ് ഗ്ലാസ് വെള്ളം കണക്കാണ്. ഇതിനൊരു 3/4 കപ്പ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ വീട്ടിൽ ഉണക്കി പൊടിച്ച പൊടി തന്നെയാണ്, പാക്കറ്റ് പൊടികളൊന്നും അല്ല. അധികം വെള്ളം ആവശ്യമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ കൂടുതലായിട്ട് വെള്ളം വേണ്ടി വരും. ഇത് കറക്റ്റ് അളവാണ്. ചെറിയ പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം എടുക്കുകയാണെങ്കിൽ 1/2 ഗ്ലാസ് പൊടി എടുക്കേണ്ടി വരും. അങ്ങനെയാണ് വേണ്ടി വരിക. ഡബിൾ എടുക്കേണ്ടി വരും. ഇതിന് അത്ര വേണ്ട. ഇപ്പോൾ ഇത് കറക്റ്റ് അളവായിട്ട് ഇപ്പോൾ പൊടി അധികം വാട്ടണമൊന്നുമില്ല. ഞാൻ റൈസ് കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഇത് അടച്ച് വെച്ച് ഞാൻ റൈസ് കുക്കറിലേക്ക് വെക്കുകയാണ്. ഇതിന് ഒരു 10 മിനിറ്റ് ഇതിൻ്റെ ഉള്ളിലായിട്ട് വെന്ത് കിട്ടുവോളം ഞാൻ വെക്കും. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് എടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അധികം കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ കിടന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരും പൊടി. ഇപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറക്കുകയാണ്. ഇപ്പോൾ നല്ല ചൂടാണ്. നമ്മൾ ചോറ് വെക്കണ മാതിരിക്കന്നെ ഇതിൽ നിന്ന് നല്ല ആവി വരുന്നുണ്ട്. ഇതിൽ കിടന്ന് അങ്ങനെ വേവുകയാണല്ലോ. ഇതിന് പുറത്തേക്ക് എടുക്കാം. ഇത് ഗ്ലാസ് കൊണ്ട് ഞാനൊന്ന് ഇടിച്ചു കൊടുക്കുകയാണ്. നമ്മളെ ഉള്ളി ചതക്കണ വിരലിൻ്റെ ആ മുട്ടി ഉണ്ടല്ലോ, അതുമായിട്ട് ചെയ്താലും മതി. പണ്ടുള്ളവരൊക്കെ ഇങ്ങനെയാണ് കാണിക്കൽ അധികം. പെട്ടെന്ന് കുഴഞ്ഞ് വരാനാണ് കറി. ഇത് നന്നായി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുകയാണ്. കൗണ്ടർ ടോപ്പ് നന്നായി ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ഞാൻ അതിൽ കൗണ്ടർ ടോപ്പിലിട്ട് ഒന്ന് ഒതുക്കി എടുക്കുകയാണിത്. മുഹറം 9ഉം 10ഉം എല്ലാവരും നോമ്പ് വയ്ക്കാരം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പം പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് വീഡിയോയിൽ എടുത്ത് കാണിക്കണത്. അപ്പോൾ നല്ല ചൂടാണ്. ഈ ചൂടോടെ തന്നെ കുഴച്ചെടുക്കുകയാണ് ഞാൻ. കയ്യുമ്മ കുറച്ച് വെള്ളം ആക്കിയതിൻ്റെ ശേഷം ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ്, അല്ലെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റൂല. കുറേ പേര് കുഴക്കാൻ മടിച്ചിട്ട് പത്തിരി ഉണ്ടാക്കാൻ മടിയായിരിക്കും. അങ്ങനത്തെവർക്കൊക്കെ ഇത് നല്ലൊരു ഉപകാരമായിരിക്കും ഈ വീഡിയോ. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തതിൻ്റെ ശേഷം ഞാൻ കാണിക്കണത്. ഒന്ന് ഒതുക്കിയതിൻ്റെ ശേഷം കേട്ടോ കുഴച്ചെടുക്കുക. കാരണം അധികം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 മിനിറ്റ് ഞാൻ കുഴച്ചിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടു, 2 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ബോളാക്കി എടുക്കുകയാണ്. ഒന്ന് റോൾ ചെയ്ത് ബോളാക്കി എടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് പൊട്ടുക ഒന്നും ചെയ്യൂല. നല്ല കുഴഞ്ഞ് നല്ല നീളത്തിൽ കിട്ടണ കണ്ടില്ലേ. ഇതിൽ ഇനി എണ്ണയൊക്കെ ഒന്നും വേണ്ട. കയ്യുമ്മ നമുക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തടവിയിട്ട് ഇങ്ങനെ ഒന്ന് റോളാക്കി എടുത്താൽ മതി. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരിക. എല്ലാവർക്കും കൂട്ടത്തും കുടുംബത്തേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഓരോന്നോരോന്ന് ഞാൻ നന്നായി ഉരുളിയൊന്നും ആക്കണില്ല, വെറുതെ ഒന്ന് കട്ട് ചെയ്ത് കണ്ട് ഒന്ന് ബോൾ ചെയ്യണുള്ളൂ. പ്രസ്സിൽ അമർത്തുമ്പോൾ അധികം ഇതാക്കി ഉരുള ഷേപ്പാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പ്രസ്സിൽ അമർത്തുമ്പോൾ തന്നെ ഷേപ്പായിട്ട് വരും. ഞാൻ പ്രസ്സുമ്മ അമർത്തി എടുക്കണുള്ളൂ, അല്ലാതെ പലകമ്മ പരത്തി എടുക്കണമൊന്നുമില്ല. ഇങ്ങനെ തന്നെ നല്ല നൈസായിട്ട് കിട്ടും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അത് ഫുള്ളായിട്ട് ബോളാക്കി കഴിഞ്ഞ് ഞാൻ ഇനി പ്രസ്സുമ്മ അമർത്തി എടുക്കണത് കാണിച്ചു തരാം. പ്രസ്സുമ്മ ഇങ്ങനെ കവർ വെച്ച് അമർത്തിയാൽ പെട്ടെന്ന് നന്നായി പരന്ന് കിട്ടും. അപ്പോൾ അത് ചെറിയ പ്രസ്സായതുകൊണ്ടാണ് ഇത്ര വലിപ്പത്തിൽ കിട്ടുന്നത്. വലിയതാണെങ്കിൽ ആ വട്ടത്തിൽ തന്നെ കിട്ടും. ഇത് ചെറിയ പ്രസ്സിൻ്റെ വലിപ്പത്തിലുള്ളതല്ല കിട്ടുക. ഇത് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. പത്തിരി ഒട്ടിപ്പിടിക്കാതെക്കാനും വേണ്ടിയിട്ടാണ് പൊടിയിൽ ഡിപ്പ് ചെയ്യുന്നത്. പൊടി ഇല്ലാതെ നമുക്ക് നേരിട്ട് തന്നെ ചട്ടിയിൽ ചുട്ടെടുക്കാം, അങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ തന്നെ ഫുള്ളായിട്ടും പരത്തിയെടുക്കാം. കവറുമ്മലും തന്നെ എണ്ണ പൊടിയോ ഒന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ പെട്ടെന്ന് അതിന്മേന്ന് റിമൂവ് ചെയ്ത് പോരും. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നന്നായി പരന്ന് കിട്ടും. പൊടി പൊട്ടിപ്പോവുകയോ സൈഡ് പൊട്ടിപ്പോവുകയോ ഒന്നും ചെയ്യൂല. നല്ല റൗണ്ടിൽ തന്നെ കിട്ടും ചെയ്യും. കൈ കൊണ്ട് ഉരുട്ടി ഷേപ്പാക്കി എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതേപോലെ തന്നെ അമർത്തിയെടുക്കുകയാണെങ്കിലും നല്ല ഷേപ്പായിട്ട് കിട്ടും. ഇപ്പം ഞാൻ ഫുള്ളായിട്ട് പരത്തി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കാണിക്കുന്നത്. ഫുള്ളായിട്ട് പരത്തിയിട്ട് ഇത്ര ഉണ്ട് എനിക്ക് കിട്ടിയത്. നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. പ്രസ്സുമ്മ അമർത്തിക്കണമെന്ന് ഒരിക്കലും പറയാൻ കഴിയൂല, അത്രക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ചുട്ടെടുക്കാം. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ ഓരോന്നോരോന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കാം. ചൂട് ഏറും ചെയ്യരുത്, കുറയും ചെയ്യരുത്. നന്നായി പൊങ്ങി വരും അങ്ങനെ ആകുമ്പോൾ. ഒരു ഭാഗം ചൂടായതിൻ്റെ ശേഷം വേണം മറ്റേ ഭാഗത്ത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് നന്നായി പൊങ്ങി വരുന്നത് കണ്ടില്ലേ. പെട്ടെന്ന് വെന്തും കിട്ടും. അത് പൊടി നന്നായി വെന്ത പൊടിയായതുകൊണ്ടാണ് പെട്ടെന്ന് പൊന്തി വരുന്നത്. പൊങ്ങി വരുന്നതുകൊണ്ട് വെന്തും ചെയ്തിക്കണ്. ഇരുമ്പിൻ്റെ ചട്ടിയിലാണെങ്കിലും ഉഷാറായിട്ട് ചുട്ടെടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടീനെക്കാട്ടിലും ഒന്നുകൂടിയും ബെറ്റർ ഇരുമ്പിൻ്റെ ചട്ടിയാണ്. പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കും. പെട്ടെന്ന് ചൂടായി കിട്ടുമല്ലോ ഗ്യാസ് സ്റ്റൗമ്മിലൊക്കെ. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് എത്രണ്ണം കഴിച്ചാലും നമുക്കൊരു മടുപ്പ് തോന്നൂല, അത്രക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണിത്. ഇതിലേക്ക് ഞാൻ മുട്ടക്കുറുമൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. ചിക്കൻ കറി ചിക്കൻ കുറുമയൊക്കെ ആദ്യം കാണിച്ചത് കൊണ്ടാണ് ഞാൻ മുട്ടക്കുറുമൻ്റെ റെസിപ്പി ആക്കാമെന്ന് കരുതിയത്. പത്തിരി ചുട്ടെടുക്കുന്ന സമയം കൊണ്ട് ഇനി
3 വലിയ ഉള്ളിയും 4 പച്ചമുളകും ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ എല്ലാം ഈ 2 പട്ട 1 പീസും ഗ്രാമ്പൂ 2 പീസും ഏലക്ക 2 പീസുമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഈ സവാള ചെറുതായി അരിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ ചൂടായതിൻ്റെ ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് വഴറ്റണമൊന്നുമില്ല, അത് ഞാൻ കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഞാൻ എരിവിന് കൂടുതലായിട്ട് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്, വേറെ ഒന്നും ഇട്ട് കൊടുക്കണില്ല. അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് 4 നല്ല എരിവില്ല പച്ചമുളക് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി വഴറ്റിയതിന് ശേഷം ഞാൻ വെള്ളമൊന്നും ചേർക്കണില്ല, അച്ചിൽക്ക് തന്നെ കുക്കർ അടച്ചു കൊടുക്കുകയാണ്. സിമ്മിലാക്കിയിട്ട് ഒരു വിസിലടിച്ചണ വരെയാണ് വേവിച്ചെടുക്കുന്നത്. സിമ്മിലായി ഒരു വിസിലടിച്ചതിൻ്റെ ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തതിൻ്റെ വിസിലൊക്കെ പോയി ആവിയൊക്കെ പോയതിൻ്റെ ശേഷമാണ് ഞാനിത് തുറക്കണത്. ഇപ്പം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, സമയം അത്രയും ലാഭമാണ്. അത്രയും പെട്ടെന്ന് 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഉള്ളി വെന്ത് കിട്ടും. ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് ഇതിലേക്ക് മസാലകൾ ചേർക്കാം. ഈ സമയം തന്നെ ഞാൻ പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല, ഒരടുപ്പത്ത് പത്തിരിയും ചുട്ടെടുക്കുകയാണ്. മൊത്തത്തിൽ 1/2 മണിക്കൂർ കൊണ്ട് കറിയും പത്തിരിയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ മഞ്ഞ കളറുള്ള കുറുമയാണ് ഉണ്ടാക്കുന്നത്. വെള്ള കളറാണെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ കമ്മി ഉണ്ടായിന്, ഞാൻ ഇതിലേക്ക് ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് വെന്ത് വരട്ടെ, മസാലകളൊക്കെ ഒന്ന് പച്ച പൂണ വരെ വെന്ത് വരണം. പത്തിരിയൊക്കെ നന്നായി പൊള്ളച്ച് വരുന്നുണ്ട് കേട്ടോ, വീർത്ത് വരുന്നുണ്ട്. നല്ല സോഫ്റ്റായ പത്തിരി. ഇനി ഇതിലേക്ക് അരപ്പ് ഉണ്ടാക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം ചേർത്ത് കണ്ട് അരക്കണം. ഇതിലേക്ക് കാഷ്നട്ട് ചേർക്കണമെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത് കണ്ട് അങ്ങനെ ചേർക്കാം. ഞാൻ ഇപ്പോൾ അതൊന്നും ചേർക്കണില്ല. കറിക്കൊരു തിക്നെസ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചേർക്കുന്നത്. ഇങ്ങനെ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഒന്ന് ചോപ്പ് വരെ ഒന്നും ഉണ്ടാവില്ല, വൈറ്റ് നിറമായിട്ട് തന്നെ നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റും. ഇപ്പം മസാലകളൊക്കെ ചുവ മാറി ഞാൻ ഇതിലേക്ക് നാളികേരം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നാളികേരം ഒഴിച്ച് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. അടിപൊളി കോമ്പിനേഷനാണിത്. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ ഒന്ന് മാറ്റി വെച്ച് കണ്ട് താളിച്ചൊഴിച്ച് കൊടുക്കാം. ചെറിയ പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂണ് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെറും നെയ്യ് ഒഴിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എണ്ണ ചൂടായി വന്നതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്.
ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കിസ്മിസും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. ഇത് ഇടുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ്. ഒരു നിർബന്ധമില്ല, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അടിപൊളി ടേസ്റ്റ്. കാരണം നമ്മൾ കല്യാണപ്പരിയിൽ നിന്നൊക്കെ വാങ്ങണ അതേ രീതിയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ഇത് അടച്ച് വെച്ച് കണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റ് ഇത് അടച്ച് വെക്കണം. ഇതിലേക്ക് ഞാൻ ചപ്പും പുതിനയും ഒരു പിടി. ഈ സമയത്ത് ഞാൻ 4 മുട്ട ഇട്ട് കൊടുക്കണം. മുഴുവനായിട്ട് പുഴുങ്ങിയത്. ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കണത് നല്ലതാണ്. ഇതിൽ മസാലയൊക്കെ പിടിച്ച. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുത്തേക്കണം. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി പത്തിരി ഞാൻ ഫുള്ളായിട്ട് ചുട്ട് കഴിഞ്ഞു. അതും കാണിച്ചു തരാം. ഞാൻ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് എന്ത് കാട്ടിയാലും നല്ല കുഴഞ്ഞ് പിറ്റേ ദിവസത്തെ കൂടി നല്ല സോഫ്റ്റായിട്ട് നിൽക്കും. ഇതേപോലെ തന്നെ ചെയ്യാടി. ഞാൻ അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാ. വീഡിയോ കാണാം. ബൈ.